അവൻ അവളുടെ അധരങ്ങളിലേക്ക് അവൻ്റെ അധരങ്ങൾ അടുപ്പിച്ചു. അവയെ തൻ്റേത് സ്വന്തമാക്കി. ഏറെ നേരത്തെ ചുംബനത്തിനു ശേഷം അവൻ അവളുടെ അധരങ്ങളെ സ്വതന്ത്രമാക്കി. രണ്ടുപേർക്കും ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നീ ഇപ്പോൾ തൃപ്തിപ്പെടണം എന്നവൻ പറഞ്ഞതും അവൾ അതിന് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്ന ആരതി മുഖമുയർത്തി. എനിക്കറിയാം, അവിനാശിൻ്റെ കാര്യമല്ലേ? അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത് എന്നവൻ പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അത് സ്വീകരിച്ചെന്നോണം അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അവിനാശിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. എപ്പോഴും മനസ്സിലൊരു ചോദ്യചിഹ്നമാണ്. അവൻ പറഞ്ഞത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അന്നത്തെ രാത്രിയെ യാത്ര പറഞ്ഞയച്ചു. രാവിലെ എഴുന്നേറ്റതും തൻ്റെ നെഞ്ചിൽ പൂച്ചക്കുട്ടിയെപ്പോലെ കിടക്കുന്ന ആരതിയുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയിട്ട് അവളെ ബെഡിൽ കിടത്തി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. നെറ്റിയിൽ നനുത്ത സ്പർശം അനുഭവപ്പെട്ടതും കണ്ണുകൾ തുറന്നു നോക്കിയതും ബാത്റൂമിലേക്ക് പോകുന്ന ആർദ്രവിനെ കണ്ട് ഡ്രസ്സെടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് താഴേക്ക് പോയി എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ആർദ്രവിനുള്ള ചായയുമായി മുകളിലേക്ക് എത്തിയതും ചെറുതായി അടഞ്ഞു കിടക്കുന്ന ഡോറ് തുറന്നതും അവിടെയുള്ള കാഴ്ച അവൾ ഒരു കൊള്ളിയാൻ മിനി. ആർദ്രവിൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് അവനെ ഇറുകെ പുണർന്നിരിക്കുന്ന ഒരു പെണ്ണും തിരിച്ച് അവൻ അവളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് കണ്ടതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴാൻ തുടങ്ങി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആ പെണ്ണിലുള്ള പിടിവെട്ട് ആർദ്രവ് നോക്കിയത് ആരതിയെയാണ്. അവൻ അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും അവൾ അവിടുന്ന് ഓടിപ്പോയി. ആരു എന്ന് അവൻ വിളിച്ചെങ്കിലും അവളത് കേട്ടില്ല. എടാ സോറി, ഞാൻ ഓർത്തില്ല നിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്. ഞാൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാം. വേണ്ടായിരുന്നു, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പം പോയത് അതവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ സംസാരിക്കാം ഹരിയോട് എന്നവൻ പറഞ്ഞതും അനുപമ തലയാട്ടി. ആർദ്രവിൻ്റെ ഫ്രണ്ടാണ് അനുപമ ഹരിജിത്ത്, അതിലേറെ അവൻ്റെ കസിനും. ആർദ്രവ് കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ബെഡിൽ കിടന്നിരുന്ന ആരതിയെ കാണാത്തതുകൊണ്ട് റൂമിന് പുറത്തിറങ്ങിയതും താഴെ ആരോടോ സംസാരിക്കുന്ന മാരുതിയെ കണ്ട് സ്റ്റെയറിൽ നിന്നുകൊണ്ട് താഴേക്ക് എത്തി നോക്കിയതും അനുപമ അവനെ കണ്ടതും ഒരുമിച്ചായിരുന്നു. അവളുടെ മുഖത്ത് എന്നുമുണ്ടാവുന്ന പുഞ്ചിരി കാണാത്തതുകൊണ്ട് ആർദ്രവ് കാര്യമറിയാൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നതും അവൾ മുകളിലേക്ക് കയറി വന്നു. എന്താടോ, തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? ഹരി എവിടെ? നീ എങ്ങനെ ഇവിടെ എത്തി എന്നവൻ ചോദിച്ചതും അനുപമ അവൻ്റെ നെഞ്ചിൽ പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ആരതി വന്നത്. അവളുടെ ഈ പെരുമാറ്റം കണ്ട് ആർദ്രവ് പകച്ചു നിന്നു. എന്താണ് കാര്യമെന്നറിയാത്തതുകൊണ്ട് അവൻ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. എന്താണോ, എന്താ കാര്യം? എന്തിനാ കരയുന്നത് എന്നവൻ അവളോട് ചോദിച്ചു. എന്തുകൊണ്ട് ആർദ്രവ് എനിക്ക് മാത്രം ഇങ്ങനെ? എത്ര ആഗ്രഹിച്ചതാണെന്നോ അറിയുമോ ഒരു കുഞ്ഞിന് വേണ്ടി? അത് ദൈവം വൈകിയാണെങ്കിലും ഞങ്ങൾക്ക് തന്നു. എൻ്റെ വയറ്റിൽ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം വളരുന്നുണ്ടെന്ന് അറിഞ്ഞ നിമിഷം ആ മനുഷ്യൻ എത്ര സന്തോഷിച്ചെന്നറിയോ? എന്നാൽ എൻ്റെ ഒറ്റൊരാളുടെ സ്വാർത്ഥത കാരണം ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ. അവൾ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ട് അവനോട് എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്റെ കുഞ്ഞിന് എന്തു പറ്റി? അവൻ്റെ ചോദ്യം അവളെ സംഭവ ദിവസത്തിലേക്ക് കൊണ്ടുപോയി. അനു, ഞാൻ പറയുന്നത് നീ കേൾക്കാം. ഇപ്പം നീ ഓഫീസിലോട്ട് പോകണ്ട. സ്ട്രെസ് എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പം റെസ്റ്റ് എടുക്കുക. ഹരിജിത്ത് എന്ന അനുവിൻ്റെ സ്വന്തം ഹരിയേട്ടൻ അവളോട് പറഞ്ഞു. കുഴപ്പമില്ല ഹരിയേട്ടാ, 6 മാസമല്ലേ ആയിട്ടുള്ളൂ. 7 ഞാൻ റെസ്റ്റ് എടുക്കാം. പിന്നെ അവിടെ വലിയ ജോലിയൊന്നുമില്ലല്ലോ, ജസ്റ്റ് ചെയറിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അനുപമ അവനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. വേണ്ടേനു, പോവണ്ട. 6 മാസമായിട്ടുള്ളൂവെങ്കിലും നിനക്ക് റെസ്റ്റാണ് ആവശ്യം. ഏട്ടൻ എന്തിനിങ്ങനെ പേടിക്കുന്നേ? എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ കൂടെ ഏട്ടൻ്റെ താലിയും നമ്മുടെ കുഞ്ഞും ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പോയിട്ട് വരാം. അവൾ വയറിൽ പതിയെ തഴുകി. വിവാഹം കഴിഞ്ഞ് ഏറെ നാളത്തെ കാലത്തിന് ശേഷമാണ് ഇരുവരുടെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്നുണ്ടെന്ന സന്തോഷ വാർത്ത അറിഞ്ഞത്. ആ സന്തോഷം എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവർക്കിരുവർക്കും അറിയില്ലായിരുന്നു. അനുവിൻ്റെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ ഹരി മുട്ടുമടക്കി. അവൻ മുട്ടുകുത്തി തറയിലിരുന്ന് അവളുടെ വയറിൽ ഉമ്മ വെച്ചു. സൂക്ഷിക്കണേ, ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ലോകമാണുള്ളത് എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു.
ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ അവൾ അറിഞ്ഞിരുന്നില്ല അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന്. എതിരെ നിന്നും വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് അവൾ നിലത്തേക്ക് തെറിച്ചു വീണു. വീഴ്ചയിൽ വയറിടിച്ചായതുകൊണ്ട് കാലുകൾക്കിടയിൽ നനവുള്ളത് അവൾ അറിഞ്ഞു. എല്ല് നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടപ്പോഴും അവളുടെ ബോധം മറഞ്ഞിരുന്നു. കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അവൾ ആരെയോ പ്രതീക്ഷിച്ച് ചുറ്റും നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അനിയത്തി സ്നേഹയെ കണ്ടതും അവളോട് എന്തോ ചോദിക്കാൻ വേണ്ടി നാവെടുത്തതും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. അവൾ എന്തെന്നറിയാതെ പരിഭ്രമിച്ചു. എന്താടി, എന്താ മോളെ, നീ ഇതിനെ കരയുന്നേ? അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി ചോദിച്ചു. പോയി ചേച്ചി, കുഞ്ഞ് എന്ന് മാത്രമേ അവൾ കേട്ടിരുന്നുള്ളൂ. അവൾ പറഞ്ഞതും അനുവിൻ്റെ കൈ അവളുടെ ശൂന്യമായ വയറിലേക്ക് തഴുകി. അവരുടെ പ്രണയത്തിൻ്റെ അംശം അവളിൽ നിന്നും വിട്ടുപോയെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുനിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീഴാൻ തുടങ്ങി. സ്നേഹയോട് പലതും ചോദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. എന്നാൽ നാവോ തൊണ്ടയോ അതിന് മുതിരുന്നുണ്ടായിരുന്നില്ല. പെൺകുഞ്ഞായിരുന്നു, ഒരു കുഞ്ഞു മാലാഖ, ഹരിയേട്ടനെ പോലെ. ആ കുഞ്ഞു മരിച്ചെന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യനെ എത്ര കരഞ്ഞെന്നറിയോ? കുഞ്ഞിൻ്റെ തണുത്തുറഞ്ഞ ശരീരം തുരുതുരു ഉമ്മ വെക്കുന്ന ഹരിയേട്ടനെ ഒന്ന് കാണണമായിരുന്നു ചേച്ചി. ചേച്ചി എന്തിനാ ഏട്ടൻ പറയുന്നത് കേൾക്കാതിരുന്നത്? ഓഫീസിലേക്ക് പോയതെന്തിനാ? അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് സ്നേഹ പൊട്ടിക്കരഞ്ഞു. മോളെ, നീയൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ? എന്തിനടി എൻ്റെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പ്? അല്ലേടി, നീ ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അവൾ പറയുന്നത് മുഴുവനാക്കാതെ ഹരി റൂമിലേക്ക് വന്ന് പറഞ്ഞു. ഹരിയേട്ടാ, ഞാനൊന്നും മനഃപൂർവ്വമല്ലല്ലോ. ഏട്ടൻ്റെ മാത്രം കാത്തിരിപ്പില്ലല്ലോ, എൻ്റെയും കൂടിയല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ, പിന്നെ എങ്ങനെ ഞാൻ? അവളുടെ കണ്ണുകൾ സങ്കടത്താൽ നിറഞ്ഞൊഴുകി. നിർത്തടി, നിന്നോട് ഞാൻ പറഞ്ഞതാ പോകണ്ട, റെസ്റ്റ് എടുക്കുന്ന. അപ്പോൾ നിനക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? എൻ്റെ കുഞ്ഞ്. അവൻ അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി. അവൾക്ക് ആ കണ്ണിൽ കാണാൻ കഴിഞ്ഞിരുന്നത് അവളോടുള്ള അവൻ്റെ പകയായിരുന്നു. ഹരിയേട്ട, ഞാൻ പറയട്ടെ, മനഃപൂർവ്വമല്ലല്ലോ. ഹരിയേട്ടൻ എന്നെ ഞാൻ വിളിക്കണ്ട. അങ്ങനെ വിളിക്കാനുള്ള അർഹത പോലും നിനക്കില്ല. ഇനി ഞാനും നീയും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഡിവോഴ്സ് പേപ്പർ ഒപ്പിടാൻ നീ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞ് അനുവിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഹരി അവിടെ നിന്നും പോയി. ഹരി പറഞ്ഞ ഓരോ വാക്കും അവളിൽ നോവുണർത്തി. അവൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നിപ്പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെങ്കിലും ഹരി അവളെ വിളിക്കാൻ വന്നിരുന്നില്ല. പകരം അവളുടെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് ഹരി അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അത് അപ്പോഴത്തെ സങ്കടത്തിലും ദേഷ്യത്തിലുമാണെന്ന് കരുതിയിരുന്ന അവൾ അത്രയും ദിവസം അവൻ വിളിക്കാൻ വരുമെന്ന് കരുതി ജീവിച്ചിരുന്നു. ആ പ്രതീക്ഷയെ തച്ചുടച്ചുകൊണ്ടായിരുന്നു ഹരിയുടെ വക്കീലിൻ്റെ ഡിവോഴ്സ് പെറ്റീഷൻ അവളെ തേടിയെത്തിയത്. അന്ന് അവൾ ആകെ തളർന്നിരുന്നു. ഒരുപാട് തവണ അവൻ്റെ ഫോണിലേക്ക് ട്രൈ ചെയ്തിരുന്നെങ്കിലും അവളുടെ കോൾ അവനെ പാടെ അവഗണിക്കുകയായിരുന്നു. അതവളെ തളർത്തി. ഹരിയുടെ ഉറ്റ കൂട്ടുകാരനാണ് ആർദ്രവ്, അതിലുപരി അവളുടെ കസിനും. അങ്ങനെയാണ് അവനെ സമീപിക്കുക എന്നവളുടെ മനസ്സിലേക്ക് വന്നത്. ആർദ്രവിൻ്റെ വീട്ടിലെത്തിയതും അതുകൊണ്ടാണ് ഏറെ മടിച്ചെങ്കിലും അവൻ്റെ റൂമിലേക്ക് പോയത്. ആരതിയുടെ കരഞ്ഞ മുഖം കണ്ടതും അതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ആർദ്രവ് ഹരിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവളിൽ ചെറിയ ആശ്വാസം ഉണർത്തി. ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ആരതിയെ താഴെയെല്ലാം നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. തനിക്ക് പോകാനുള്ള ടൈം ആവുമ്പോൾ തൻ്റെ കൂടെ സിറ്റൗട്ട് വരെ വരാറുള്ള അവൾ ഇന്ന് അവൻ്റെ മുമ്പിൽ പോലും വരാത്തത് അവൾക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താടാ, നീ ആരെയാ നോക്കുന്നേ? ആരുമോളെയാണോ? അവൻ ചുറ്റും നോക്കുന്നത് കണ്ട് മാരുതി അവനോട് ചോദിച്ചു. ആ അമ്മേ, അവളെ ഞാൻ രാവിലെ കണ്ടതാ, റൂമിലേക്കും കണ്ടില്ല. മോക്ക് തലവേദനയാ, ഞാൻ ബാമ്പ് ഇരട്ടി കൊടുത്തിട്ടാ വന്നേ, ആ റൂമിലുണ്ട്. മാരുതി അവിടുന്ന് പോയതും ആർദ്രവ് അവൾ കിടക്കുന്ന റൂമിലേക്ക് പോയി ചാരി വെച്ചിട്ടുള്ള ഡോറ് തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചു. ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്ന ആരതിയുടെ മുഖം കരഞ്ഞു വീർത്ത് കണ്ടതും അത് അവനിൽ ഒരു കൊള്ളിയാൻ മിന്നി. ആരു ആരു എഴുന്നേക്ക്, നീ ചായ കുടിച്ചില്ലല്ലോ എന്നവൻ തട്ടി വിളിച്ചെങ്കിലും അവളിൽ നിന്നും നോ റെസ്പോൺസ്. കൂടുതൽ വിളിച്ച് ശല്യപ്പെടുത്താതെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവൻ ഓഫീസിലേക്ക് പോയി. കുറച്ച് ഫയലുകൾ പരിശോധിച്ച ശേഷം ഹരിക്ക് വിളിച്ച് കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞതിന് ശേഷം അവനും അവിടേക്ക് പോയി. അവൻ കോഫി ഷോപ്പിലെത്തിയതും 5 മിനിറ്റ് കഴിഞ്ഞ് ഹരി വന്ന് അവൻ ഓപ്പോസിറ്റുള്ള സീറ്റിലിരുന്നു.
അവൻ്റെ മുഖത്ത് തന്നെ കാണുമ്പോഴുള്ള വിരിഞ്ഞ ചിരി കാണാത്തതിന് കാരണം എന്താണെന്ന് അവൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താടാ നീ കാണണമെന്ന് പറഞ്ഞതെന്താ? ഹരി ചോദിച്ചതും ആർദ്രവ് എഴുന്നേറ്റ് നിന്ന് അവൻ്റെ വലതേ കവിളിൽ അടിച്ചു. അവൻ്റെ ഈ പ്രതികരണം ഹരി ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ പകച്ചുപോയി. പന്ന, ഒരു കുഞ്ഞു പോയെന്ന് കരുതി? നിനക്കെങ്ങനെയാണ് ഡിവോഴ്സിനൊക്കെ സാധിക്കുന്നത്? ഇത്രയേ ഉള്ളൂ അല്ലേ നിനക്കനു? ഛേ എന്ന് പറഞ്ഞ് അവൻ മുഖം തിരിച്ചു. ആർദ്രവ് അടിച്ചതിൻ്റെ ഷോക്കും പറഞ്ഞതിൻ്റെ ഷോക്കും എല്ലാം കൂടി ഹരിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇതിനു വേണ്ടിയായിരുന്നോടാ നീ അവളെ കെട്ടിച്ചു തരാൻ അവളുടെ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതൊക്കെ? നീ ഇത്രയ്ക്ക് വിഡ്ഢിയായിരുന്നല്ലോ. ആർദ്രവ്, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡിവോഴ്സോ? അതും ഞാനറിയാതെ? അവളോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതും നേരാ, ബട്ട് അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ. ഹരി അവരോട് പറഞ്ഞതും ആർജവ് നിർത്തുന്നു പറഞ്ഞ് ആംഗ്യം കാണിച്ചു. അപ്പോൾ ഇതെന്താ? ഈ ഒപ്പും നിന്റെ കൈപ്പടയല്ലേ? പോക്കറ്റിൽ നിന്നും ഹരി അനുവിനയച്ച ഡിവോഴ്സ് നോട്ടീസ് കാണിച്ചു കൊടുത്തു. ഹരി അത് വാങ്ങി വായിച്ചു. ഇതെൻ്റെ ഒപ്പ് തന്നെയാ, ബട്ട് ഞാൻ അവൾക്ക് ഡിവോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിലെന്ത് ചതിയുണ്ട്? ചതി എന്ന് തന്നെയാണെല്ലാം, മറ്റാരുടെയുമല്ല, നിന്റെ തന്നെ. സ്നേഹിച്ച് കല്യാണം കഴിച്ച് നിന്റെ കൂടെ ജീവിച്ച പെണ്ണെ ഒരു നിമിഷത്തെ കാരണം കൊണ്ട് ഡിവോഴ്സ് ചെയ്യുകയോ? കുഞ്ഞൊക്കെ ഇനിയും ഉണ്ടാവില്ലടാ, അതിന് നീ ഇതിനൊക്കെ പോയത്? ആരവ് പറയുന്നത് കേട്ട ഹരിക്ക് എന്തു പറയണമെന്നറിയുന്നില്ല. എടാ, ഞാനൊന്ന് പറയട്ടെ, നമ്മളിതിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കണമെങ്കിൽ നീ അവളെ തിരിച്ചു വിളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ എന്നെ മറന്നേക്ക്. എടാ, ഇതൊരു ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് എടുക്കല്ലേ, ഒരാങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞ് ആർജവ് വീട്ടിലേക്ക് പോയി. രാവിലെ ആർജവിനെ അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ആരതിയുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. മാരതി ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. രമ്യ വിളിച്ചെങ്കിലും അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ കട്ടാക്കി. മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് അവൾ പൂൾ സൈഡിലിട്ടിരിക്കുന്ന ഉടനൂഞ്ഞാലിൽ പോയിരുന്നു. അവളുടെ മനസ്സിൽ പലതും മിന്നിമഞ്ഞു. അവ കണ്ണീർ തുള്ളികളായി കവളിനെ ചുംബിച്ചു. തോളിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആർജവാണെന്ന് കണ്ടതും മുമ്പിലേക്ക് തന്നെ മുഖം തിരിച്ചു. ആർജവ് അവളുടെ അടുത്തിരുന്നത് അറിഞ്ഞിട്ടും അവൾ അവന് മുഖം കൊടുത്തില്ല. നീ ഇപ്പോൾ എന്നെ അങ്ങനെയാണല്ലേ കണ്ടത്? നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആർജവ് എഴുന്നേറ്റതും ആരതിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവരെന്താ ചെയ്യാൻ പോകുമെന്ന് അറിയാൻ വേണ്ടി അവൾ അവനെ തന്നെ നോക്കി. പൂളുള്ള ഭാഗത്തു നിന്നും താഴേക്കുള്ള സ്റ്റെപ്പിൻ്റെ കൈവരിയിലേക്ക് കയറാൻ നിന്നുകൊണ്ട് അവൻ ആരതിയെ നോക്കി. അവൾ തന്നെ നോക്കുന്നുണ്ടെന്നറിഞ്ഞതും ആർജവ് അതിൽ കയറാൻ നിന്നതും ആരതിയുടെ കൈ അവനെ പിടിച്ചു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ചാവാനോ? എന്നാൽ എന്നെയും കൂടി കൊല്ല്, എന്നിട്ട് പോയി ചത്തോ എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് നടന്നു. അവനും അവളുടെ കൂടെ റൂമിലേക്ക് ചെന്നു. നിനക്കെന്നെ വിശ്വാസമാണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞോ എനിക്ക് വിശ്വാസമില്ലെന്ന്? ഇല്ലല്ലോ, പിന്നെന്ത് ചോദിക്കാൻ? അവളുടെ ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള സംസാരം കേട്ട് ആർദ്രവിന് അത്ഭുതമായിരുന്നു. പിന്നെന്തിനാ നീ കരഞ്ഞത്? അവൾ ആരാണെന്ന് നിനക്കറിയുമോ? അമ്മ പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ടാണെന്നും കസിനാണെന്നും. അപ്പോഴത്തെ സാഹചര്യത്തിൽ കരഞ്ഞു പോയതാ, അത്രേ പറഞ്ഞുള്ളൂ. ഛേ, അതെന്താ അമ്മ അതും മാത്രം പറഞ്ഞത്? അവളെൻ്റെ മുറപ്പെണ്ണടി. മാരേജ് ഫിക്സ് ചെയ്തിരുന്നു, പിന്നെ അവൾക്ക് വേറൊരിതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മാറ്റിവെച്ചു എന്നവൻ സങ്കടത്തോടെ പറഞ്ഞതും ആരതി അവനെ അടിച്ചു. നിനക്ക് സങ്കടമുണ്ടല്ലേ, അതല്ലേ അവളെ കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുതുകത്ത് അടിച്ചു. എന്താടി കാര്യം ഏതെന്ന് പറയണ്ട, അവൻ ഉണ്ടായതെല്ലാം അവളോട് പറഞ്ഞു. പാവം, എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലേ ഒരു കുഞ്ഞിന്. നമുക്കും വൈകിപ്പിക്കണ്ടേട്ടാ, എത്രയും പെട്ടെന്ന് ഹണിമൂൺ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കി കള്ള കണ്ണിറക്കി. നിനക്ക് ഞാനൊരു സർപ്രൈസ് ആട്ടെ. ആദ്യം എൻ്റെ മോൾ കണ്ണടയ്ക്ക്. എന്തിനെന്ന് അറിഞ്ഞാലേ നീ കണ്ണടയ്ക്കൂ? അടയ്ക്കടി എന്നവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ കണ്ണടച്ച് ടിക്കറ്റ് കണ്ടതും അവളുടെ കണ്ണു വിടർന്നു. ഹണിമൂൺ പാക്കേജ് ടിക്കറ്റോ? അതും മൂന്നാർ? അവളുടെ ആ ചോദ്യത്തിൽ തന്നെ ആകാംക്ഷയുണ്ടായിരുന്നു. നിന്റെ ആഗ്രഹമല്ലേ മൂന്നാറിൽ വെച്ച് ഫസ്റ്റ് നൈറ്റ്? കല്യാണം കഴിഞ്ഞ് 3 ആഴ്ചകളായി, എന്നിട്ടാ ഫസ്റ്റ് നൈറ്റ്. ആർജവ് കള്ളച്ചിരിയോടെ പറഞ്ഞതും ആരതി നാണം കൊണ്ട് അവൻ്റെ മാറിൽ പല്ലുകൾ അമർത്തി. ആ വേദനിക്കടി കുരുപ്പേ, എനിക്ക് നാണോ മനുഷ്യ? നിങ്ങൾ തന്നെയല്ലേ ഫസ്റ്റ് നൈറ്റ് വൈകിപ്പിച്ചേ? അതൊക്കെ നമുക്ക് നാളത്തോടെ ശരിയാക്കാവുന്നു. നിൻ്റെ നാണം. അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് കിടത്തി. എപ്പോഴോ ആ കിടത്തത്തിൽ 2 പേരും ഉറങ്ങിയിരുന്നു. എത്ര ആലോചിച്ചിട്ടും തൻ്റെ കൈപ്പിടയിൽ എങ്ങനെ അനുവിന് ഡിവോഴ്സ് പോയി എന്ന് ഹരിക്ക് പിടികിട്ടിയില്ല.
തൻ്റെ പ്രാണനാണ് അനു. അവളെ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി ഡിവോഴ്സ് ഒന്നും ചെയ്യില്ല. ബട്ട് ആ ഒപ്പ് ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ? അവൻ പലതും മനസ്സിൽ കണക്ക് കൂട്ടി ബുള്ളറ്റ് അനുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് ഡ്രൈവ് ചെയ്തു. അനുവിൻ്റെ വീടെത്തിയതും അവളുടെ ഏട്ടൻ ശ്യാം സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഹരി അവനെ ഗൗനിക്കാതെ അനുവിൻ്റെ റൂമിലോട്ട് ചെന്നു. ഡോറ് തുറന്നതും കമിഴ്ന്ന് കിടക്കുന്ന അനുവിനെ കണ്ടതും അവൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. താൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ അന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. ഡോറ് ക്ലോസ് ചെയ്ത് അനുവിൻ്റെ അടുത്തായിട്ടിരുന്നതും അവളൊന്നും ഞരങ്ങി. അവൻ അവളുടെ അടുത്തായിട്ട് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുറ്റിപ്പിടികളിൽ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്നു. അവളുടെ കോലം കണ്ട് ഹരിക്ക് എന്തോ പോലെ തോന്നി. താൻ കാരണമാണല്ലോ അവൾക്ക് ഈ ഗതി വന്നത്. അവൻ അവളുടെ കയ്യിന് മുകളിൽ കൈവച്ചതും അവളത് തട്ടിമാറ്റി. ഇപ്പോഴെന്തിനാ വന്നേ? ഞാൻ ചത്തോ ഇല്ലയോ എന്ന് അറിയാവണോ? അതോ ഡിവോഴ്സ് ഒപ്പിട്ട് വാങ്ങാനോ എന്നവൾ ഈർഷ്യതയോട് ചോദിച്ചു. അനു, ഞാനല്ലടി ആ ഡിവോഴ്സ് പേപ്പർ നിനക്ക് അയച്ചത്. ഞാൻ അങ്ങനെ ചെയ്യുമോ? കുഞ്ഞു പോയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നിന്റെ ഹരിയേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? അവൻ അവളെ തന്നോട് അടുപ്പിച്ചെങ്കിലും അവൾ അവനിൽ നിന്നും അകന്നു. അപ്പോൾ പിന്നെ എനിക്ക് വന്ന ഡിവോഴ്സോ? അത് പറ നിങ്ങൾ. അതിനി വേറെ ആരെങ്കിലും അയക്കുമോ? ഞാനല്ല പറഞ്ഞെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്യുമോ? ഇത് മറ്റാരോ ചെയ്തതാടി, നീ വിശ്വസിക്കുക. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ നിങ്ങൾക്ക് എത്ര വിളിച്ചെന്നറിയോ? എന്നിട്ട് നിങ്ങളെടുത്തോ? ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു സോറിയെന്ന്. നിങ്ങൾ ക്ഷമിച്ചോ എന്നോട്? ഇപ്പോഴെന്തിനാ വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു.